ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫോമറിലെ 11ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിനെ കുറിച്ചായിരുന്നു. അതിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ലെസൺ ദി ട്രെയിനി ഷാൾ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് കണക്ഷൻ ഓഫ് ദി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനും കണക്ഷനും, പിന്നെ ഐഡൻറ്റിഫൈ ദ IS സിമ്പിൾസ് ആൻഡ് മാർക്കിംഗ് യൂസ് ഇൻ ദി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. സിമ്പിൾ എന്താണെന്നുള്ളത്. സോൾവ് ദി പ്രോബ്ലം പെർട്ടൈനിങ് ടു പവർ മെഷർമെൻറ്റ് ഇൻ മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ. നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്. എന്താണ് മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ ഉപയോഗിച്ചൊരു പവർ മെഷർമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻ സിംഗിൾ ഫേസ് സർക്യൂട്ട് യൂസിങ് CT ആൻഡ് PT. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും ഉപയോഗിച്ച് മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററിൽ നമ്മളൊരു പവർ മെഷർമെൻറ്റ് ചെയ്യുന്ന ചെറിയൊരു പ്രോബ്ലം ഇന്നത്തെ ക്ലാസ്സിൽ 3 ആണ് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കറണ്ട് ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് DC ആണെങ്കിൽ നമ്മൾ അമ്മീറ്ററിന് പാരലായിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് പാരലായിട്ട് പിന്നെ ലോ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. അതിനെ ഷണ്ട് എന്നാണ് പറയുക. അത് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ലാർജ് കറണ്ട് അളക്കാൻ പറ്റും. അതുപോലെ വോൾട്ട് മീറ്റർ ആണെങ്കിൽ സീരീസ് ആയിട്ടൊരു ഹൈ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യും. അതിനെ മൾട്ടിപ്ലെയർ എന്നാണ് പറയുക. അങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് ഹൈ വാല്യൂ ലാർജ് വോൾട്ടേജ് അളക്കുകയും ചെയ്യാം. എന്നാൽ AC ആണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ആക്യുറേറ്റ് റേഷ്യോ ട്രാൻസ്ഫോമറാണ് ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. അതിനെ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുക. ഈ ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ വേറൊരു പിന്നെ ഒരു ലോ റേഞ്ച് മീറ്ററുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുക. നേരിട്ട് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് ഹൈ വോൾട്ടേജോ അല്ലെങ്കിൽ ഹൈ കറണ്ടോ ഒന്നും അളക്കാൻ പറ്റില്ല. അതിന് ലോ റേഞ്ച് മീറ്ററുകൾ ആവശ്യമാണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ 2 ടൈപ്പാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. അതിൽ ആദ്യത്തെ ടൈപ്പായ കറണ്ട് ട്രാൻസ്ഫോമർ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറാണ്. കറണ്ട് ട്രാൻസ്ഫോമർ എന്തിനായിരുന്നു ഉപയോഗിച്ചത്? ഹൈ കറണ്ട് മെഷർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് കറണ്ട് ട്രാൻസ്ഫോമർ. അതിനെ CT എന്നാണ് നമ്മൾ പറയുക. എന്നാൽ ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ PT എന്നാണ് പറയുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് PT പറ്റിയാണ്, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. മ്യൂച്വൽ ഇൻഡക്ഷനാണ്. 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും. മ്യൂച്വൽ ഇൻഡക്ഷനാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. പിന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറാണ്. കറണ്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ പറഞ്ഞതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറായിരുന്നു ഉപയോഗിച്ചത്. എന്താണ് നമ്മൾ സിംഗിൾ ടേൺ പ്രൈമറിയും പിന്നെ എന്താണ് മൾട്ടി ടേൺ സെക്കൻഡറി ആയിരുന്നു. അപ്പോൾ എന്താണ് സിംഗിൾ ടേൺ ആകുമ്പോൾ അതിനും പിന്നെ മൾട്ടി ടേണിലേക്ക് സെക്കൻഡറിയിലേക്ക് മാറുമ്പോൾ ഹൈ വോൾട്ടേജ് ഉണ്ടാകും, പക്ഷേ കറണ്ട് വളരെ കുറയും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് കറണ്ട് ട്രാൻസ്ഫോമർ. എന്നാൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹൈ വോൾട്ടേജ് മെഷർ ചെയ്യാനും വേണ്ടിയാണ്. എന്ത് കൂട്ടിയിട്ട് വിത്ത് ലോ വോൾട്ടേജ് വോൾട്ട് മീറ്റർ. ലോ വോൾട്ടേജിന് വോൾട്ട് മീറ്ററോട് കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഹൈ വോൾട്ടേജ് മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന ഇതാണ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇതിനെന്താണ് ആക്യുറേറ്റ് റേഷ്യോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. നമ്മൾ കറണ്ടിൻ്റെ ആകുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരുന്നു പറഞ്ഞത്. ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഇതിൻ്റെ പിന്നെ കൺസ്ട്രക്ഷൻ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനിൽ ഇതാണ് സെയിം പവർ ട്രാൻസ്ഫോമറിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷന്. പക്ഷേ അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വോൾട്ടാമ്പിയർ റേറ്റിംഗ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടാമ്പിയർ റേറ്റിംഗ് വളരെ കുറവായിരിക്കും. അത് മാത്രമാണ് പവർ ട്രാൻസ്ഫോമറായിട്ടുള്ളതിനുള്ള കൺസ്ട്രക്ഷനിലുള്ള വ്യത്യാസം. ഇനി എറർ റെഡ്യൂസ് ചെയ്യാനും വേണ്ടി ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് മാഗ്നറ്റിക് പാത്ത് വളരെ കുറച്ചുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ഓഫ് കോർ മെറ്റീരിയൽ ഗുഡ് ക്വാളിറ്റിയുള്ള കോർ മെറ്റീരിയൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ലോ ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് പ്രോപ്പർ അസംബ്ലിങ് ലോ ഫ്ലക്സ് ഡെൻസിറ്റി തന്നെ പ്രോപ്പർ അസംബ്ലിങ് ആൻഡ് ഇൻ്റർലേയിങ് ഓഫ് കോറിൻ്റെ ഇൻ്റർലേയിങ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് എറർ കുറക്കാനും വേണ്ടി ഇത്രയും കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, നമ്മൾ പറഞ്ഞു ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ആണ്. എന്ന് പറഞ്ഞാൽ പ്രൈമറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലും സെക്കൻഡറിയിൽ വളരെ കുറവായിരിക്കും. എന്നിട്ടൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കും. ഇതിൻ്റെ കോറ്
ഷെൽ ടൈപ്പോ അല്ലെങ്കിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ, ഇതിൻ്റെ കോർ നമ്മൾ ഉപയോഗിക്കുക ഷെൽ ടൈപ്പ് അല്ലെങ്കിൽ കോർ ടൈപ്പ് കൺസ്ട്രക്ഷനാണ്. ഇതിൽ ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണയിൽ എന്താണ് ലോ വോൾട്ടേജ് ട്രാൻസ്ഫോമറിനാണ് ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുക. പിന്നെ ഇതിൻ്റെ വോൾട്ട് മീറ്റർ അല്ലെ, സെക്കൻഡറിയിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വോൾട്ട് മീറ്റർ എന്താണ് പിന്നെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 110 വോൾട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും അധികവും. 110 വോൾട്ടാണ് ഇതിൻ്റെ സെക്കൻഡറി, എപ്പോഴും 110 വോൾട്ടായിരിക്കും ഉണ്ടാവുക. അതിന് കണക്കാക്കിയില്ല. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 110 വോൾട്ടുള്ള വോൾട്ട് മീറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. സാധാരണ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ 110 വോൾട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇതിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ടേണുകളുടെ റേഷ്യോ അല്ലേ, കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ ടേൺ റേഷ്യോ എന്താണ് തീരുമാനിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. പ്രൈമറി കറണ്ടാണ്. ഇവിടെ എന്താണ് പ്രൈമറി വോൾട്ടേജാണ്. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും ടേണിൻ്റെ റേഷ്യോ തീരുമാനിക്കുന്നത് പ്രൈമറി വോൾട്ടേജാണ്. പ്രൈമറി വോൾട്ടേജ് എത്ര ഉണ്ട് അതിനനുസരിച്ചാണ്. ഇവിടെ സെക്കൻഡറിയിൽ എപ്പോഴും എന്തായിരിക്കും 110 വോൾട്ട് ആയിരിക്കും. അധികവും 110 വോൾട്ടാണ് സാധാരണ സെക്കൻഡറി ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ പ്രൈമറിയിലെ ടേൺസിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രൈമറിയിലെ വോൾട്ടേജാണ് അതിനെ തീരുമാനിക്കുന്നത്. ഇനി ഇതിൻ്റെ IS സിമ്പൽ, ഈ ജനറൽ സിമ്പൽ ഈ കാണുന്നതാണ് ജനറൽ സിമ്പൽ. ഇങ്ങനെ ഉണ്ട്. പിന്നെ ശരിക്കും വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ രീതിയിലാണ് വരയ്ക്കുക. അപ്പോൾ ഈ ജനറൽ സിമ്പൽ ഇതാണെങ്കിലോ മൾട്ടി പ്രൈമറി പിന്നെ സെക്കൻഡറി വൈൻഡിങ് ആണ്. ഇത് മൾട്ടി പ്രൈമറി ഉള്ള സിമ്പലാണ്. ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു പവർ റേറ്റിംഗ് വളരെ കുറവായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് 5000 വോൾട്ടേജ് വരെ ഇത് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉപയോഗിക്കുക. അതിൽ ഓയിലോ ഒന്നും പാടില്ല. ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉപയോഗിക്കുക. ഇനി 5000 മുതൽ 13800 വോൾട്ട് വരെ നമ്മൾ ഡ്രൈ ടൈപ്പ് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓയിൽ ഇമേഴ്സ്ഡ് ടൈപ്പ് ഉപയോഗിക്കും. രണ്ടും ഉപയോഗിക്കാൻ പറ്റും. 13800 വോൾട്ട് 5000 മുതൽ 13800 വോൾട്ട് വരെ നമുക്ക് ഡ്രൈ ടൈപ്പും ഓയിൽ ഇമേഴ്സ്ഡ് ടൈപ്പും ഓയിലുള്ള ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിക്കും. എന്നാൽ 13800 വോൾട്ടേജിലും കൂടുതലുള്ള ഏത് ട്രാൻസ്ഫോമറുകൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറുകൾക്കൊക്കെ ഓയിൽ ഇമേഴ്സ്ഡ് ടൈപ്പാണ് ഉപയോഗിക്കുക. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് അല്ലേ ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റുകൾ, അതുപോലെ തന്നെ പിന്നെ റിലേ, അതുപോലെ തന്നെ പൈലറ്റ് ലൈറ്റ്, അതിൻ്റെയൊക്കെ വാട്ടേജ് 40 മുതൽ 100 വാട്ട് വരെയുള്ള സാധാരണ 40 മുതൽ 100 വാട്ട് വരെയുള്ള റേറ്റിംഗ് ഉള്ള പൈലറ്റ് ലൈറ്റ്, അതുപോലെ റിലേ ഇൻസ്ട്രുമെൻ്റൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ സേഫ്റ്റിക്കും വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ കറണ്ട് ട്രാൻസ്ഫോമർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെക്കൻഡറി ഇതിൻ്റെ ഹൈ വോൾട്ടേജ് പ്രൈമറി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഇൻസുലേറ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ടും ചെയ്തിരിക്കും, എർത്ത് ചെയ്തിരിക്കും. ഇനി പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പിന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പർച്ചേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ താഴെ പറയുന്ന സ്പെസിഫിക്കേഷനൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതിന് റേറ്റഡ് വോൾട്ടേജ്, അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്പ് ഓഫ് സപ്ലൈ, റേറ്റഡ് വോൾട്ടേജ് എത്രയാണ് 6.6 kV, അങ്ങനെ എത്രയാണോ റേറ്റഡ് വോൾട്ടേജ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സപ്ലൈ 3 ഫേസ് ആണോ സിംഗിൾ ഫേസ് ആണോ, പിന്നെ അതിൻ്റെ എർത്തിങ് കണ്ടീഷൻ എന്താണ്, ഫേസ് സോളിഡ് എർത്താണോ എന്ത് എർത്താണെന്നുള്ളത് അത് നോക്കാം. പിന്നെ ഇൻസുലേഷൻ ലെവൽ എത്രയാണെന്നുള്ളത് നോക്കാം. പിന്നെ ഫ്രീക്വൻസി, പിന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, അതുപോലെ തന്നെ റേറ്റഡ് ഔട്ട്പുട്ട് എത്രയാണ് പിന്നെ ആക്യുറസി എത്രയാണ്, 1 ആണോ 2 ആണോ 2.5 ആണോ 1.5 ആണോ എന്നൊക്കെ നോക്കാം. പിന്നെ വൈൻഡിങ് കണക്ഷൻസ്, പിന്നെ റേറ്റഡ് വോൾട്ടേജ് ഫാക്ടർ, ഇതൊക്കെ നമുക്ക് സ്പെസിഫിക്കേഷൻ ആയിരിക്കും. അതിന് പുറമെ ഇത് സർവീസ് കണ്ടീഷൻ, ഇത് ഉപയോഗിക്കുന്നത് എന്നാണ് ഈ വോൾട്ടേജ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ഇൻഡോറിലാണോ ഔട്ട്ഡോറിലാണോ ഉപയോഗിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള സർവീസ് കണ്ടീഷനും. അപ്പോൾ തന്നെ വോൾട്ടേജ് ട്രാൻസ്ഫോമറിൻ്റെ പിന്നെ സ്റ്റാർ പോയിന്റിൽ അല്ലെങ്കിൽ എർത്ത് പോയിന്റിലോ അതിൻ്റെയൊക്കെ ഇടയിലാണ് ഇത് കണക്ട് ചെയ്യണമെങ്കിൽ അത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ് പ്രൊട്ടക്റ്റീവ് പർപ്പസിനോ അങ്ങനത്തെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റിനാണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ തന്നെ വെദർ ഇൻസ്റ്റലേഷൻ ഈസ് ഇലക്ട്രിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്, ഇലക്ട്രിക്കലി പൊട്ടിത്തെറിക്കുന്ന സ്ഥലങ്ങളിലാണോ ഇല്ലാത്തതാണോ എന്നുള്ളതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പെസിഫിക്കേഷനായിട്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ഓഫ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് എത്രയെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഫ്രീക്വൻസിയാണ്. റേറ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണയിൽ 50 ഹെർട്സിൻ്റെ
ആണ് ഫ്രീക്വൻസിയിലാണ് നമുക്കത് സാധാരണയിൽ. ഇനി റേറ്റഡ് പ്രൈമറി വോൾട്ടേജ് ആണെങ്കിൽ പ്രൈമറി വോൾട്ടേജ് 3 ഫേസ് ട്രാൻസ്ഫോമറിൽ 0.6 kV എന്ന് പറഞ്ഞാൽ എത്രയാണ് 600 വോൾട്ട്. അപ്പോൾ 3.3 kV 6.6 kV 11 ആണ് 15 22 33 47 66 110 220 40 400 500 kV ഒക്കെയാണ് ഇതിൻ്റെ പ്രൈമറി റേറ്റഡ് വോൾട്ടേജ്. എന്നാൽ റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു അല്ലേ. റേറ്റഡ് വാല്യൂ സെക്കൻഡറി വോൾട്ടേജ് ഓഫ് എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓർ 3 ഫേസ് ട്രാൻസ്ഫോമർ. സിംഗിൾ ഫേസ് ആണെങ്കിലും 3 ഫേസ് ആണെങ്കിലൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ ഏതൊരു ഒന്നുകിൽ 100 അല്ലെങ്കിൽ 110 110 വോൾട്ടാണ് സാധാരണ ഉണ്ടാവുക. 110 അല്ലെങ്കിൽ 100 ആണ് സെക്കൻഡറി വോൾട്ടേജ് ഉണ്ടാവുക. അത് നിർബന്ധമായി ഓർത്ത് വെക്കുക. 110 വോൾട്ടാണ് സാധാരണ ഉണ്ടാവുക അല്ലെങ്കിൽ 100. ഇനി അടുത്തതായിട്ട് മെഷർമെൻറ്റ് ഓഫ് പവർ ഇൻ സിംഗിൾ ഫേസ് സർക്യൂട്ട് യൂസിങ് CT ആൻഡ് PT. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും ഉപയോഗിച്ചിട്ട് നമ്മൾ സിംഗിൾ ഫേസിലെ പവർ മെഷർ ചെയ്യാൻ. 3 ഫേസ് പവർ ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് പിന്നെ നമുക്ക് സിലബസിലുണ്ട്. പക്ഷേ അത് വേണ്ടവർ പിന്നെ ബുക്കിൽ നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഞാൻ അതിൻ്റെ പിന്നെ PDF അയച്ചു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇത് പറയണതാണ് CT PT ഉപയോഗിച്ച് മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററിൽ പവർ അളക്കാനാണ്. മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോൾ പിന്നെ പല അളവുകളിലുള്ള ഇപ്പോൾ നമുക്ക് പ്രഷർ കോയിലും കറണ്ട് കോയിലും ഉണ്ടെന്ന് നമുക്കറിയാം. ഒരു വാട്ട് മീറ്ററിൽ പ്രഷർ കോയിലും ഉണ്ട് കറണ്ട് കോയിലും. 2 കോയിലാണുള്ളത്. ഒന്ന് പ്രഷർ കോയിലാണ്, രണ്ടാമത്തത് കറണ്ട് കോയിലാണ്. അപ്പോൾ ഈ പ്രഷർ കോയിലിൻ്റെ മൾട്ടി റേഞ്ച്, പ്രഷർ കോയിലിനും മൾട്ടി റേഞ്ച് എന്ന് പറഞ്ഞാൽ 600 വോൾട്ട് 300 വോൾട്ട് പിന്നെ 150 വോൾട്ട് ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ 500 വോൾട്ട് 250 വോൾട്ട് 125 വോൾട്ട് എന്നുള്ള രീതിയിൽ മൾട്ടി റേഞ്ച് പ്രഷർ കോയിൽ. അതുപോലെ തന്നെ മൾട്ടി റേഞ്ച് കറണ്ട് കോയിൽ 20 ആംപിയർ 10 ആംപിയർ 5 ആംപിയർ. ഇതിൽ നമുക്ക് പരസ്പരം ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പവർ കാണുക അല്ലേ? ഇപ്പോൾ നമ്മൾ 500 വോൾട്ടിനും ഒരു 10 ആംപിയറിനും കണക്ട് ചെയ്തു, അല്ലെങ്കിൽ 500 വോൾട്ടിനും 5 ആംപിയറിനും കണക്ട് ചെയ്തു. അപ്പോൾ റീഡിങ് എടുക്കുമ്പോൾ അല്ലേ ഏതിലാണ് കണക്ട് ചെയ്തതെന്നുള്ളതനുസരിച്ച് ഇതിൽ എങ്ങനെയാണ് നമുക്കിത് റീഡിങ് എടുക്കുക എന്നുള്ളത് അല്ലേ. ഏതിൽ കണക്ട് ചെയ്താലും ഒരേ റീഡിങ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പിന്നെ എങ്ങനെയാണ് നമുക്ക് പവർ മെഷർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മീറ്റർ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്നും അതിന് പറയും. നമ്മൾക്ക് എന്താണ് ഈ മീറ്റർ കോൺസ്റ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ത് ചെയ്യണം, നമ്മൾ പിന്നെ പവർ മെഷർമെൻറ്റെയും കണക്കിലെടുക്കണം. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ അല്ലെങ്കിൽ മീറ്റർ കോൺസ്റ്റൻറ്റ്, ആ വാട്ട് മീറ്ററിൻ്റെ മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററിൻ്റെ ഓരോ റേഞ്ചിലും കണക്ട് ചെയ്യുമ്പോൾ മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ കാണണം. അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററിൽ പവർ മെഷർ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യണം. ഈ പിന്നെ മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ സാധാരണയിൽ എവിടെ എഴുതിയിരിക്കും, റിട്ടേൺ ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദി ടോപ്പ് കവർ. ഇതിൻ്റെ ടോപ്പ് കവറിൻ്റെ ഇന്നർ ഉള്ളിലായിട്ട് നമ്മൾ വാട്ട് മീറ്റർ തുറക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൻ്റെ ഉള്ളിലായിട്ട് എന്ത് ചെയ്തിരിക്കും, ഇത് നമുക്ക് എഴുതി തന്നിരിക്കും. ഇതിപ്പോൾ 5 ആംപിയറിലും 250 വോൾട്ടിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്ര, അല്ലെങ്കിൽ 500 വോൾട്ടിലും 10 ആംപിയറിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്ര എന്നുള്ളത് അതിൻ്റെ അവിടെ എഴുതിയിരിക്കും. ഇനി അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ, ദി ആബ്സെൻസ് ഓഫ് സച്ച് ഇൻഫോർമേഷൻ, ഇങ്ങനത്തെ ഒരു ഇൻഫോർമേഷൻ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ മീറ്റർ കോൺസ്റ്റൻറ്റ് കണ്ടെത്തണം. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ മീറ്റർ കോൺസ്റ്റൻറ്റ് കണ്ടെത്താൻ മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കണ്ടെത്താനുള്ള ഇക്വേഷൻ ഇതാണ്. പ്രഷർ കോയിൽ റേഞ്ച് ഇൻറ്റു കറണ്ട് കോയിൽ റേഞ്ച് ഡിവൈഡ് ബൈ മാക്സിമം ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാക്സിമം ഡയൽ റീഡിങ് ഇൻ വാട്ട് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയും. അപ്പോൾ നോക്കുക, ഇപ്പോൾ പ്രഷർ കോയിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയിലാണോ പ്രഷർ കോയിൽ, 500 വോൾട്ടിലാണോ 250 വോൾട്ടിലാണോ 125 വോൾട്ടിലാണോ ഇടേണ്ടത് നമ്മൾ കണക്ട് ചെയ്യണത്, അതാണ് പ്രഷർ കോയിൽ റേഞ്ച്. ഈ കറണ്ട് കോയിൽ റേഞ്ച് പറഞ്ഞാൽ 20 ആംപിയറിലാണോ 10 ആംപിയറിലാണോ 5 ആംപിയറിലാണോ നമ്മൾ കണക്ട് ചെയ്യണത്, അതാണ് ഇവിടെ എഴുതേണ്ടത്. ഡിവൈഡ് ബൈ മാക്സിമം ഡയൽ റീഡിങ് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഇവിടെ ഏത് വാട്ട് മീറ്ററിനും ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 0 മുതൽ എത്രയാണോ ഇവിടെ ഫസ്റ്റിൽ കാണിച്ചത്
600 വരെയാണെങ്കിൽ അല്ലെങ്കിൽ 300 വരെയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം, അത് തന്നെ എഴുതാവൂ. 300 ഇപ്പോൾ 600 വോൾട്ടിൽ ഇട്ടാലും ഇവിടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ 0 മുതൽ എത്രയാണോ ഇവിടെ ഫുൾ സ്കെയിലായിട്ട് കാണിച്ചത് അതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ പ്രഷർ കോയിൽ റേഞ്ച് ഇൻറ്റു കറണ്ട് കോയിൽ റേഞ്ച് ഡിവൈഡ് ബൈ മാക്സിമം ഡയൽ റീഡിങ് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു വാട്ട് മീറ്റർ മൾട്ടി റേഞ്ചാണ്. അതിൻ്റെ മൾട്ടി റേഞ്ച് എന്തൊക്കെയാണ്? പ്രഷർ കോയിൽ 500 വോൾട്ട്, 250 വോൾട്ട്, 125 വോൾട്ട് എന്നുള്ള രീതിയിലാണ്. കറണ്ട് കോയിൽ 20 ആംപിയർ, 10 ആംപിയർ, 5 ആംപിയർ, ഇതാണ് അതിൻ്റെ മൾട്ടി റേഞ്ചുകൾ. ഇതിൻ്റെ മാക്സിമം ഡയൽ റീഡിങ് അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ FSD, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 625 വാട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ 0 മുതൽ 625 വാട്ട് വരെയാണ് ഫുൾ സ്കെയിൽ ആകുമ്പോൾ. അപ്പോൾ 625 വാട്ടാണ് ഇതിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യണത് ഫൈൻഡ് ദി മീറ്റർ കോൺസ്റ്റൻറ്റ്. ആദ്യം നമ്മൾ മീറ്റർ കോൺസ്റ്റൻറ്റ് കാണണം, ഓരോന്നിൻ്റെയും മീറ്റർ കോൺസ്റ്റൻറ്റ് കാണുക. അപ്പോൾ അതിന് ആക്ച്വൽ പവർ എത്രയാണ്? ശരിക്കും ഇതിൽ 625 ഫുൾ സ്കെയിൽ ഉള്ളത്, അതിൽ എത്രയാണ് കാണിച്ചത്, ആ കാണിച്ചതിന് അനുസരിച്ചുള്ള ആക്ച്വൽ പവർ എത്രയാണ് എന്നുള്ളത് കാണിക്കണം. അപ്പോൾ നമുക്ക് കാണിച്ചത് ഇഫ് ദി മീറ്റർ റീഡ്സ് 600 വാട്ടാണ്, നമ്മൾ വാട്ട് മീറ്ററിൽ നോക്കുമ്പോൾ 600 വാട്ടാണ് നമുക്ക് കാണിച്ചത്. അപ്പോൾ ആക്ച്വൽ റീഡിങ് എത്രയാണ്? എങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കണക്ട് ചെയ്ത് 500 വോൾട്ടിലും 10 ആംപിയറിലുമാണ് കണക്ട് ചെയ്തത്. അപ്പോൾ കാണിച്ചു 600 വാട്ട് കാണിച്ചു. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പവർ എത്രയാണ്? ഇനി നമ്മൾ രണ്ടാമതായിട്ട് 125 വോൾട്ടിലും 5 ആംപിയറിലും കണക്ട് ചെയ്തു. അപ്പോഴും 600 വാട്ടാണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പവർ എത്ര? അപ്പോൾ ഇതിനാദ്യം ആക്ച്വൽ പവർ കാണണമെങ്കിൽ മീറ്റർ കോൺസ്റ്റൻറ്റ് കാണണം. അപ്പോൾ നോക്കാം നമുക്ക്. റേഞ്ച് നമ്മൾ പറഞ്ഞു 500 വോൾട്ടും 10 ആംപിയറുമാണ് ആദ്യം കണക്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 500 വോൾട്ടും 10 ആംപിയറും, അപ്പോൾ നമുക്ക് 600 വാട്ടാണ് കാണിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാണണം? ആക്ച്വൽ പവർ കാണണം. അതിനാദ്യം മീറ്റർ കോൺസ്റ്റൻറ്റ് കാണണം, മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ പ്രഷർ കോയിൽ റേഞ്ച് ഇൻറ്റു കറണ്ട് കോയിൽ റേഞ്ച് ഡിവൈഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ പ്രഷർ കോയിൽ റേഞ്ച് എത്ര? 500 അല്ലേ? പ്രഷർ കോയിൽ റേഞ്ച് എന്ന് പറയുന്നത് 500 വോൾട്ടാണ്. അപ്പോൾ 500 എന്ന് ഇവിടെ എഴുതി. അപ്പോൾ കറണ്ട് കോയിൽ റേഞ്ച് നമ്മൾ എത്ര കണക്ട് ചെയ്തേ? 10 ആംപിയർ. 10 ആംപിയർ എന്ന് എഴുതി. ഡിവൈഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 625 ആണ് വാട്ടാണ്. ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 625 വാട്ടാണ്. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടി. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 8 എന്ന് കിട്ടി. ഇനി ആക്ച്വൽ റീഡിങ് കാണണമെങ്കിൽ വാട്ട് മീറ്റർ റീഡിങ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ പവർ കാണാം. അപ്പോൾ വാട്ട് മീറ്റർ റീഡിങ് എത്രയാണ്? 600 വാട്ട് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മളിപ്പോൾ കണ്ടു 8 ആണ്. 600 ഇൻറ്റു 8 4800 വാട്ടാണ് ശരിക്കും ആക്ച്വൽ റീഡിങ്. അപ്പോൾ അതിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. കാരണം അതിൽ കണ്ട 600 ആണ്, പക്ഷേ ആക്ച്വൽ റീഡിങ് എത്രയാണ്? ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 4800 വാട്ടാണ് വരിക. എന്നാൽ അടുത്തത് നമ്മൾ 125 വോൾട്ടിലും 5 ആംപിയറിലുമാണ് കണക്ട് ചെയ്തതെങ്കിൽ 125 വോൾട്ട് പ്രഷർ കോയിൽ കണക്ട് ചെയ്തത് 125 വോൾട്ടിലാണ്. ഇത് കറണ്ട് കോയിൽ 5 ആംപിയറിലാണ് കണക്ട് ചെയ്തതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കാണാൻ നമ്മൾ പറഞ്ഞു പ്രഷർ കോയിൽ റേഞ്ച് 125 ഇൻറ്റു കറണ്ട് കോയിൽ റേഞ്ച് 5 ഡിവൈഡ് ബൈ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 625 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ 1 കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് ആക്ച്വൽ പവർ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു വാട്ട് മീറ്റർ റീഡിങ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറാണ്. 600 ഇൻറ്റു 600 വാട്ടാണ് കിട്ടുക. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. 600 വാട്ടാണ്. അപ്പോൾ വാട്ട് മീറ്റർ മൾട്ടി റേഞ്ച് വാട്ട് മീറ്ററിൽ എന്താണ് മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത് മൾട്ടി സ്കെയിൽ വാട്ട് മീറ്ററാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? CTയും PTയും കണക്ട് ചെയ്തു. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടി സ്കെയിൽ വാട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പവർ കാണുക? വാട്ട് മീറ്ററിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ CTയും PTയും കണക്ട് ചെയ്താണ് പവർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ CTൻ്റെയും PTൻ്റെയും CT റേഷ്യോയും PT റേഷ്യോയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു വാട്ട് മീറ്റർ ആക്ച്വൽ വാട്ട് മീറ്റർ റീഡിങ് കാണണമെങ്കിൽ അല്ലേ, വാട്ട് മീറ്റർ എത്രയാണോ കിട്ടിയത് വാട്ട് മീറ്റർ റീഡിങ് അത് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, അതിൻ്റെ കൂടെ എന്തും കൂടി കാണണം? CT റേഷ്യോയും PT റേഷ്യോയും കൂടി എന്ത് ചെയ്യണം? CTയും PTയും കണക്ട് ചെയ്യുകയാണെങ്കിൽ CT കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോയും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ റേഷ്യോയും കൂടി നമ്മൾ കണക്കിലെടുക്കണം. ഇതിൽ അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ആക്ച്വൽ പവർ നമുക്ക് കൺസ്യൂം ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ആക്ച്വൽ പവർ കൺസ്യൂം ചെയ്ത് കാണാനും വേണ്ടി നമ്മൾ
പവർ കാണാൻ വാട്ട് മീറ്റർ റീഡിങ് എത്രയാണോ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഇൻറ്റു എന്ത് ചെയ്യണം സി ടി റേഷ്യോ ഇൻറ്റു പി ടി റേഷ്യോയും കൂടി കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ആക്ച്വൽ പവർ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു മൾട്ടി സ്കെയിൽ വാട്ട് മീറ്റർ ആണ്. അതിൽ 500, 250, 100 നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ആമ്പിയറും 5 ആമ്പിയറും ആണ് കറണ്ട് കോയിലിൻ്റെ റേഞ്ച്. ഇനി ഈ വാട്ട് മീറ്റർ നമ്മൾ 240 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് എന്ത് വഴി സി ടിയും പി ടിയും വഴി കണക്ട് ചെയ്തു. കറണ്ട് ട്രാൻസ്ഫോമറും പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് എത്ര ആയിരിക്കും 110 വോൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇതിൻ്റെ റേഞ്ച് 25/5 ആണ് എന്നാണ്. കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ റേഞ്ച് 25/5 പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ റേഞ്ച് 280 വോൾട്ട് ബാർ 110 വോൾട്ടുമാണ്. 25 ആമ്പിയർ ബാർ 5 ആമ്പിയർ. ഇത് പ്രൈമറിയിൽ 25 ആമ്പിയർ ആണെങ്കിൽ 5 ആമ്പിയർ സെക്കൻഡറിയിൽ കിട്ടും. ഇത് 250 വോൾട്ട് ആണെങ്കിൽ 110 വോൾട്ട് സെക്കൻഡറിയിൽ. അപ്പോൾ പ്രൈമറിയിൽ അല്ലേ കറണ്ട് നമ്മൾ വാട്ട് മീറ്ററിൻ്റെ പ്രഷർ കോയിൽ കണക്ട് ചെയ്തത് 125 വോൾട്ടിലേക്കാണ്. അതിന് കാരണം എന്താണ് പി ടിൻ്റെ 110 വോൾട്ടാണ് ഇതിൻ്റെ സെക്കൻഡറി, അതുകൊണ്ട് 125 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. കറണ്ട് കോയിൽ നമ്മൾ 5 ആമ്പിയറിലേക്കും കണക്ട് ചെയ്തു. 125-ലും 5 ആമ്പിയറിലാണ് വാട്ട് മീറ്ററിൽ കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് 500 വാട്ടാണ്. റീഡിങ് കൺസ്യൂം ചെയ്ത വാട്ട് മീറ്ററിൽ റീഡ് ചെയ്ത് 500 വാട്ടാണ്. ഇതിൻ്റെ മാക്സിമം ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 625 വാട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പവർ എത്ര ഉണ്ടെന്ന് കാണണം. അതിന് കാണാൻ ആദ്യം മീറ്റർ കോൺസ്റ്റൻറ്റ് കാണണം. മീറ്റർ കോൺസ്റ്റൻറ്റ് 125 × 5 125 വോൾട്ടിലാണ്. കറണ്ട് റേഞ്ച് 5 ഡിവൈഡ് ബൈ 625 1 ആണ് കിട്ടിയത്. ഇനി എന്താണ് സി ടിൻ്റെ റേഷ്യോ 25/5 പി ടിൻ്റെ റേഷ്യോ 250/110 വോൾട്ടാണ്. വാട്ട് മീറ്റർ റീഡ് ചെയ്തത് 500 വാട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആക്ച്വൽ പവർ കാണണമെങ്കിൽ വാട്ട് മീറ്റർ റീഡിങ് ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ കണ്ടു 1 ആണ്. സി ടി റേഷ്യോയും പി ടി റേഷ്യോയും കണക്കിലെടുക്കണം. ഇവിടെ നോക്കുക വാട്ട് മീറ്റർ റീഡിങ് 500 വാട്ടാണ് കിട്ടിയത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമ്മൾ കണ്ടു 1 ആണ്. സി ടി റേഷ്യോ 25/5 പി ടി റേഷ്യോ 250/110 ഇതും കൂടി നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ കിട്ടുക എന്താണ് 500 × 1 × 25/5 എന്ന് പറഞ്ഞാൽ 5 250/10 250 ആയിരിക്കണം 10 എന്ന് പറഞ്ഞാൽ 2.272. അപ്പോൾ ടോട്ടൽ വാട്ടേജ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് ആക്ച്വൽ പവർ മെഷർ എത്രയാണ് കിട്ടുകയെന്ന് വെച്ചാൽ 5680 വാട്ടാണ്, അല്ലെങ്കിൽ 5.68 kW. അപ്പോൾ ഇങ്ങനെയാണ് സി ടിയും പി ടി ഉപയോഗിച്ചാൽ സി ടിയും പി ടിയുടെ റേഷ്യോയും കൂടി നമ്മൾ കണക്കിലെടുക്കണം എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ കണക്ഷനും, അതിൻ്റെ സിമ്പൽ, സി ടിയും പി ടിയും ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടി റേഞ്ച് വാട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് പവർ മെഷർ ചെയ്യാനുള്ള ചെറിയൊരു പ്രോബ്ലം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻസ് 3 ഫേസ് ട്രാൻസ്ഫോമറാണ് അതിൻ്റെ കണക്ഷൻസുമാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.